മൊബൈൽ ഫോണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ചില മിഥ്യാധാരണകൾ. ഹായ് ഫ്രണ്ട്സ്, ഫാക്ട്സാരനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ഫോണില്ലാത്ത ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. അത്രത്തോളം മൊബൈൽ ഫോണുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. മൊബൈൽ ഫോണിനെ കുറിച്ച് നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്ന ചില മിഥ്യാധാരണകളെ കുറിച്ചാണ് ഇന്ന് ഫാക്ട്സാരന പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്പർ 4, നമ്മുടെ ഫോണുകളുടെ ചാർജിംഗ് കപ്പാസിറ്റി പലപ്പോഴും നമുക്ക് തലവേദനയാവാറുണ്ട്. വളരെ അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും ഫോൺ പണിമുടക്കിയത് നമ്മൾ അറിയുന്നത്. പിന്നെ മണിക്കൂറുകളോളം ചാർജിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമുക്ക് നേരാവണ്ണം ഉപയോഗിക്കാൻ സാധിക്കുക. രാത്രി കാലങ്ങളിൽ 5-6 മണിക്കൂറുകൾ നീളുന്ന ഉറക്കിനിടയിൽ മാത്രമാണ് ഫോണുകൾക്ക് ഏക വിശ്രമ സമയം. എന്നാൽ ആ സമയത്ത് ബാറ്ററി പ്രശ്നമുണ്ടാവുമെന്ന് ചൂണ്ടിക്കാണിച്ച് പല ആളുകളും ചാർജ് ചെയ്യാൻ മടിക്കുന്നു. സാധാരണയിൽ 2 മണിക്കൂർ മതിയാവുന്ന ചാർജിംഗ് 5 മണിക്കൂറുകൾ നീളുമ്പോൾ ബാറ്ററി കേടാവുമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ഇത് തീർത്തും തെറ്റാണ്. പുതിയതായി വിപണിയിൽ ഇറങ്ങുന്ന ഫോണുകൾ നിക്കൽ അയൺ ബാറ്ററി ഉപയോഗിച്ചുള്ളതായതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ രാത്രി മുഴുവൻ ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവും വരാനും പോകുന്നില്ല. നമ്പർ 3, ഒരു മൊബൈൽ ഫോണ് പോലെ തന്നെ പ്രധാനമാണ് നമുക്ക് ഇന്റർനെറ്റും. എത്ര പണം മുടക്കിയാലും വേണ്ട, ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കാൻ മേല എന്ന അവസ്ഥയിലായിരിക്കുന്നു നമ്മൾ. നമ്മിൽ പലരും പബ്ലിക് വൈഫൈ ധാരാളം ഉപയോഗിക്കുന്നവരാണ്. ചിലർ വൈഫൈയുടെ ഉറവിടം മനസ്സിലാക്കാതെ ചില നേരങ്ങളിൽ ഒരു രസത്തിന് കണക്ട് ചെയ്തു നോക്കും. എന്നാൽ ഇത് വളരെ അപകടം പിടിച്ച ഒരു പ്രവൃത്തിയാണ്. റെക്കഗ്നൈസ്ഡ് അല്ലാത്ത സോഴ്സുകളിൽ നിന്ന് വരുന്ന വൈഫൈ വഴി നമ്മുടെ ഫോണിലെ ഡാറ്റകൾ വളരെ എളുപ്പത്തിൽ ചോർത്തെടുക്കാൻ അവർക്ക് സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ ഫോണിലെ രഹസ്യമായ വല്ലതും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കണക്ടിവിറ്റി ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നമ്പർ 2, നമ്മുടെ ഫോണുകളിൽ ഫ്ലൈറ്റ് മോഡ് എന്ന സംവിധാനമുണ്ടെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരിക്കുമ്പോൾ എല്ലാ കണക്ഷനുകളും നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഫ്ലൈറ്റ് മോഡിന്റെ ഉപയോഗവും ഇത് തന്നെയാണ്. വിമാനയാത്രികർ എല്ലാവരും തന്നെ അവരുടെ ഫോൺ ഓൺ ആക്കി വെക്കുന്നതിലൂടെ വിമാനത്തിന്റെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ തകരാറിലാവാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ടാണ് വിമാനയാത്രക്കിടയിൽ ഫ്ലൈറ്റ് മോഡിലായിരിക്കണം നമ്മുടെ ഫോണുകൾ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത്. നമ്പർ 1, പല ആളുകളുടെയും മൊബൈൽ ഫോണുകൾ വെള്ളത്തിൽ വീണ് കേടുവരാറുണ്ട്. വെള്ളത്തിൽ വീണ ഫോണുകൾ അരിയിൽ പൂഴ്ത്തി വെച്ചാൽ അത് ഈർപ്പം വലിച്ചെടുക്കുമെന്ന തെറ്റായ ധാരണ നമ്മിൽ പലർക്കുമുണ്ട്. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. അരിയിലിട്ട് വെക്കുന്നതിനേക്കാൾ ഒന്നുമില്ലാതെ സൂക്ഷിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. അരിക്കകത്തെ പൊടിയും സ്റ്റാർച്ചും ഒക്കെ ഇത്തരം പ്രവൃത്തിയിലൂടെ മൊബൈൽ ഫോണിനകത്ത് കയറുകയും അത് എളുപ്പം കേടാവാനും സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കൽ നിന്ന് അബദ്ധത്തിലോ മറ്റോ മൊബൈൽ ഫോണുകൾ വെള്ളത്തിൽ വീണാൽ ആദ്യം തന്നെ ഒരു മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ടൈം ഇതിലും സൂപ്പർ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.